തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ ദിനം തന്നെ സംഭവബഹുലമായിരുന്നു. തർക്കങ്ങൾക്കൊടുവിൽ എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ്. അതാണ് ഇടതുമുന്നണിയിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം. തളിപ്പറമ്പിൽ CPIഎമ്മിനെ ഞെട്ടിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. നെന്മാറയിലും LDF വിമത ഭീഷണി നേരിടുന്നുണ്ട്. പാർട്ടിക്ക് ലഭിച്ച 5 സീറ്റുകളിൽ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് RSP UDFിൽ ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്ന പാർട്ടിയായി. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി MJ ജോ പാർട്ടി വിട്ടു. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവന്നു. കാണാം ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. പോർക്കളത്തിൽ നിഴലും നിലാവ്. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് അമർന്നു കഴിഞ്ഞ സംസ്ഥാനത്ത് ഇനി വരുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും എന്തിന് ഓരോ മിനിറ്റും സംഭവബഹുലമായിരിക്കും. തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച LDF പ്രചരണ രംഗത്ത് നിറയുന്നതാണ് ഇന്നത്തെ പ്രധാന കാഴ്ച. CPIക്കും CPIഎമ്മിനും പിന്നാലെ ISJDയും NCPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിനിടയിൽ LDFനെയും CPIഎമ്മിനെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൂരിൽ തളിപ്പറമ്പിൽ വിമതൻ രംഗപ്രവേശം ചെയ്തതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPIഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിൽ വിമതനായി വന്നിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ പാർട്ടി കോട്ടയായ കണ്ണൂരിലും വിമത ഭീഷണി വന്നത് CPIഎമ്മിന് വലിയ പ്രതിസന്ധിയാണ്. തർക്കങ്ങൾക്കൊടുവിൽ എലത്തൂർ സീറ്റിൽ A K ശശീന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയായി. സംസ്ഥാനത്ത് തീരുമാനമാകാത്ത വിഷയത്തിൽ NCP ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപനം നടത്തിയത്. കുട്ടനാട് തോമസ് കെ തോമസും മലപ്പുറത്ത് KT മുജീബും NCPക്ക് വേണ്ടി മത്സരിക്കും. ISJDയുടെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചു. ചിറ്റൂരിൽ മുരുകദാസും തിരുവല്ലയിൽ മാത്യു ടി തോമസും എറണാകുളത്ത് സാബു ജോർജും സ്ഥാനാർത്ഥികളാകും. പാർട്ടിക്ക് ലഭിച്ച കോവളത്തെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ജനതാദൾ എസ് ബന്ധത്തിൽ നിന്ന് വിടുതൽ നേടിയ ISJDയുടെ പുതിയ ചിഹ്നം മോതിരമാണ്. കുന്നത്തൂർ സീറ്റ് കോവൂർ കുഞ്ഞുമോനത്തിന് നൽകാനുള്ള തീരുമാനവും ഇന്ന് പുറത്തു വന്നു. സീറ്റ് CPIഎം ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് തീരുമാനം. ജനുവരി അവസാനം മുതൽ ചർച്ച തുടങ്ങിയിട്ടും ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയ UDFിൽ കൂടിയാലോചനകൾ സജീവമാണ്. കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ, ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ മലപ്പുറത്ത്, അങ്ങനെ തകൃതിയായി ചർച്ച നടക്കുന്നു. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ലീഗ് സ്ഥാനാർത്ഥികളെ നാളെ പ്രതീക്ഷിക്കുന്നു. RSPയാണ് UDFിൽ നിന്ന് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ചവറയിൽ ഷിബു ബേബി ജോണും ഇരൂപുരത്ത് വിഷ്ണു മോഹനും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ആറ്റിങ്ങലിൽ സന്തോഷ് പുത്രനും മത്സരിക്കും. മട്ടന്നൂരിന് പകരമുള്ള സീറ്റിലെ സ്ഥാനാർത്ഥിയെ മുന്നണിയിലെ ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപിക്കാനാണ് ധാരണ. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് പാർട്ടി വിട്ടു. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിച്ചു. 47 അംഗ പട്ടികയാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനും തൃശൂരിൽ പത്മജ വേണുഗോപാലും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനും പാലായിൽ ഷോൺ ജോർജും മത്സരിക്കും. കഴക്കൂട്ടത്ത് V മുരളീധരനും വട്ടിയൂർക്കാവ് R ശ്രീലേഖയും സ്ഥാനാർത്ഥികളാകും. വിമതശല്യം CPIഎം ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടികളെ വലയ്ക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇന്ന് കണ്ട വലിയ ചിത്രം. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ വിമതശല്യം എങ്ങനെ ഒഴിവാക്കാമെന്നതിൻ്റെ ഇടപെടലുകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.